നമസ്കാരം. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഇന്നലെയായിരുന്നു പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ അതിന്റെ ഫലങ്ങളൊക്കെ വന്നു തുടങ്ങുകയും ചെയ്യും. എന്തായാലും ബംഗ്ലാദേശിൽ നിലവിലെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഉറപ്പ് ആ രാജ്യത്തിനുണ്ട്. കാരണം അവർക്ക് എതിരായി പ്രതിപക്ഷമായി മത്സര രംഗത്ത് പോലും ആരും ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഈ പൊതു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് സ്വതന്ത്രമായ അല്ലെങ്കിൽ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഒരിക്കലും സാധ്യമല്ല എന്നുള്ള കാരണം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ 300 സീറ്റുകളിലേക്ക് നടന്ന ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വരുമ്പോൾ തീർച്ചയായും ആ ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് പലവിധ കലാപങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പിൻവലിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അവിടെയുള്ള ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ കലാപങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ അധികമാണ് എന്ന് തന്നെയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ റിബലുകളുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുമോ എന്നുള്ള ആശങ്ക ഇന്ത്യക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇന്ത്യൻ സൈന്യം ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിലും 8 ലക്ഷത്തിലധികം പോലീസുകാരാണ് ഈ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് എന്തും സംഭവിക്കാം ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞാൽ പോലും അതിൽ അതിശയോക്തിയില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.